ചെന്നൈയിൽ ഈ ആലയത്തിൽ ഇരുന്നുകൊണ്ട് ഈ സ്ക്രീനിൽ കാണുമ്പോൾ എല്ലാം പരിചയമുള്ള മുഖം തന്നെ. എന്നാൽ വർഷങ്ങൾ മാസങ്ങളൊക്കെ കടന്നു പോയപ്പോൾ പലരാളുകളും പ്രായത്തിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ പലരിലും വന്നിട്ടുണ്ട്. എന്നാലും ദൈവം ഇത്രത്തോളം നമ്മളെയൊക്കെ ഈ ഒരു പ്രതിസന്ധിയിലും അതിശയകരമായിട്ട് കാത്തു പരിപാലിക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഇടവകയിൽ തന്നെ അനേക രോഗികളായിട്ടൊക്കെ കഴിയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അവരെയൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. നിങ്ങളൊക്കെ ക്ഷേമമായിട്ട് സുഖത്തോടെ ഭവനങ്ങളിലായിരിക്കുന്നത് കാണുന്നത് വളരെയധികം സന്തോഷം. പ്രത്യേകിച്ച് ഞാൻ എന്നും പറയും, ഹെബ്ബാളിലെ ഇടവകയില് മാതാപിതാക്കൾക്ക് തുല്യമായി സ്നേഹിക്കുന്ന അനേക ആളുകളുണ്ട്. അവരുടെയൊക്കെ സ്നേഹം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അവരെയൊക്കെ ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയമല്ലാതെ മറ്റൊന്നുമില്ല. ദൈവം ആയുസ്സും ആരോഗ്യവും തന്നെ നിങ്ങളെയൊക്കെ സൂക്ഷിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ. സമപ്രായക്കാരായ ഒത്തിരി പേരുണ്ട്. അവരെയും ഒക്കെ കാണുമ്പോൾ ഒരുമിച്ച് പ്രവർത്തിച്ച ദിവസങ്ങൾ, ശുശ്രൂഷിച്ച ദിവസങ്ങളൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ മകൾ സ്നേഹയെ സംബന്ധിച്ച് അവളുടെ ആത്മീക ജീവിതത്തിൽ വളരെയധികം ബലവും കൂട്ടായ്മയും നൽകിയ ഒരു ഇടവകയാണ് ഹെബ്ബാൾ ഇടവക. കാരണം അച്ഛന്മാരുടെ മക്കൾ ഒരിടവകയിലും 3 വർഷത്തിലോ 4 വർഷത്തിലോ കൂടുതൽ നിൽക്കാറില്ല. എന്നാൽ സ്നേഹ അവളുടെ കോളേജും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ അവിടെ തന്നെ പഠിച്ചതുകൊണ്ട് ഏകദേശം ഒരു 9 വർഷം അവിടെ നിൽക്കുവാനായിട്ട് സാധിച്ചു. ഹെബ്ബാൾ ഇടവകയുമായിട്ടുള്ള ബന്ധത്തിൽ 9 വർഷം ആയിരുന്നത് കൊണ്ട് തന്നെ അവളുടെ ഒരു ഹോം പാരിഷ് എന്ന് പറയുന്നത് ഹെബ്ബാൾ ഇടവകയാണ്. അപ്പം എന്നും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഓർക്കുന്ന ഒരു ഇടവകയാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇപ്പോൾ ഞങ്ങൾ ചെന്നൈ സെന്റ് തോമസ് മൗണ്ട് ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നു. സ്നേഹയും ബിനോയും ബോംബെയിലായി, അവരും സുഖമായിട്ട് കഴിയുന്നു. ഇപ്രകാരം ഒരു സൂം മീറ്റിംഗിൽ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ഒരുമിച്ച് കൂടുവാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യും. ഇന്ന് ഞാനും നിങ്ങളും കടന്നു പോകുന്ന ഒരു കാലഘട്ടം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും ആഗ്രഹിക്കാത്ത, ഒരിക്കലും എങ്ങനെ നേരിടും എന്നുള്ള പ്രിപ്പയർഡ് ആകാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് നമ്മൾ ഒരുമിച്ച് സേവികാ സംഘ ദിനമായിട്ട് കൊണ്ടാടുമ്പോൾ എന്താണ് ഒരുമിച്ച് ചിന്തിക്കേണ്ടത് എന്ന് മനസ്സിൽ വന്നപ്പോൾ ഇന്നത്തെ സേവികാ സംഘത്തിന്റെ തീം തന്നെ സ്ത്രീകൾ മാറ്റത്തിന് വഴിയൊരുക്കുന്നവർ. സ്ത്രീകൾ മാറ്റത്തിന് വഴിയൊരുക്കുന്നവർ. എന്നാൽ ഈ മാറ്റത്തിന് വഴിയൊരുക്കണമെങ്കിൽ കാലത്തിനൊത്ത്, ഇന്നത്തെ ഒരു പ്രതിസന്ധിക്കൊത്ത് എങ്ങനെ നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. I'll just share the screen. Let me know if it is visible. Just give me 2 seconds. കാണാമോ ചാ? കാണാം. അപ്പോ ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന തീം റീഡിസൈനിങ് ലൈഫ് ഫോർ റിവൈസ്ഡ് ലിവിംഗ്. പുതിയ ജീവിതത്തിനായി പുതിയ രൂപകൽപ്പന. 5 മാസം മുൻപുള്ള ഒരു നോർമൽ അല്ലായിരുന്നു ഈ കഴിഞ്ഞ 6 മാസം ഞാനും നിങ്ങളും കടന്നു പോകുന്ന ഒരു നോർമൽ. എന്നാൽ ഈ നോർമലുമായിട്ട് വി ഹാവ് ക്വിക്ലി അഡാപ്റ്റഡ് ടു ദ സിറ്റുവേഷൻ. ഈ ഒരു കാലഘട്ടം കഴിയുമ്പോൾ വി വിൽ അഗൈൻ കം ബാക്ക് ടു അനദർ ന്യൂ നോർമൽ which will be different from the 6 months or what was happening before 6 months. So again we will have to adapt to another life situation. അങ്ങനെയുള്ള ഒരു ട്രാൻസിഷന്റെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ how to redesign life for a revised living, ഒരു നമ്മുടെ ജീവിതത്തിൽ തന്നെ എങ്ങനെ വീണ്ടും ക്രമീകരിക്കാം, ഒരു പുതിയ ജീവിതത്തിനായിട്ട് എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളത് മറ്റെങ്ങും നോക്കണ്ട. നമ്മളെ സംബന്ധിച്ച്, ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ച്, ദൈവ പൈതലിനെ സംബന്ധിച്ച് വേദപുസ്തകം തന്നെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് ആമുഖമായിട്ട് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വാക്യം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 25-ഉം 26-ാമത്തെ വാക്യം. ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 ആണ്ട് 6 മാസം അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവന്മാരുണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സറെപ്തായിലെ ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കിലേക്ക് ഏലിയാവിനെ അയച്ചില്ല. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ദിവസത്തിന്റെ സന്ധ്യസമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു വിശുദ്ധ ദിവസം കൂടെ കർത്താവെ നിന്നെ ആരാധിപ്പാനും കർത്താവെ മഹത്വപ്പെടുത്തുവാനും ഒരുമിച്ച് പലയിടങ്ങളായിരുന്നതുകൊണ്ട് തന്നെ കർത്താവെ നിന്റെ സന്നിധിയിൽ തല വണക്കുവാനും തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ദൈവമായ കർത്താവെ, അല്പസമയം നിന്റെ വചനത്തിന് മുൻപാകെ ഇരിക്കുമ്പോൾ ദൈവമേ നിന്റെ വചനത്തിന്റെ വെളിച്ചം കണ്ടെത്തുവാൻ തക്കവണ്ണം
അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കർത്താവെ നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനം മഹത്വം അവിടെ തന്നെ എടുക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം. ഈ ഒരു വാക്യം വായിച്ചത് ഒരു പക്ഷെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ 16-ാമത്തെ വാക്യം തൊട്ട് കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശു കർത്താവ് തന്റെ ജന്മനാടായ നസ്രേത്ത് പട്ടണത്തിൽ വന്ന് അവിടെ പരീശന്മാരോടും ശാസ്ത്രിമാരോടും തിരുവചനം പങ്കുവെക്കുന്ന ഒരു അനുഭവം. അന്ന് ന്യായപ്രമാണ ശാസ്ത്രികളും ഒരുമിച്ച് കൂടുമ്പോൾ ഇവർക്ക് യേശു കർത്താവിന്റെ വാക്കുകളിൽ അതിശയം തോന്നി. ആ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് 25-ഉം 26-ാമത്തെ വാക്യം ഞാൻ ഇപ്പോൾ വായിച്ചത്. എന്നാൽ ഈ ഒരു പ്രസംഗത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ ആദ്യത്തെ ഭാഗത്ത്, അതായത് 22-ാമത്തെ വാക്യം, എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. അതായത് ആദ്യം യേശു കർത്താവിന് കയ്യടി കിട്ടിയ ഒരു പ്രസംഗം. എന്നാൽ ആ പ്രസംഗത്തിന്റെ അവസാനമായപ്പോഴത്തേക്ക് എന്നാ സംഭവിച്ചത്? 28-ാമത്തെ വാക്യം, പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തല കീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. ഒരേ പ്രസംഗത്തിൽ തന്നെ 2 എക്സ്ട്രീം റിയാക്ഷൻസ് യേശു കർത്താവിന് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആദ്യം അവർ കൈയടിച്ച് കർത്താവിനെ പുകഴ്ത്തി. എന്നാൽ അവസാനമായപ്പോഴത്തേക്ക് അവിടെ നിന്ന് പുറത്താക്കുവാൻ, തള്ളിക്കളയുവാനായിട്ട് അവർ ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ്? Why did this happen? Because Jesus mentioned about the widow of Zarephath whom they did not expect Jesus to praise. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിത ശൈലി, അവരുടെ ന്യായപ്രമാണം ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക്, വിധവയായ ഒരു സ്ത്രീക്ക് ഒരു വിലയുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ യേശു കർത്താവ് അങ്ങനെ ഒരു സ്ത്രീയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞത് ഒരിക്കലും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് വ്യത്യസ്തമായ ഒരു പ്രതികരണം അവിടെ യേശു കർത്താവിന് അനുഭവപ്പെട്ടത്. Why did Jesus praise the widow at Zarephath? ഇതാണ് ഈ what was the speciality of this widow of Zarephath? സാറിഫാത്തിലെ വിധവയുടെ ജീവിതത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഈ സമയം ഉപയോഗിക്കാം. അതിനുവേണ്ടി പഴയ നിയമ ഭാഗത്തിലേക്ക് പോകുമ്പോൾ 1 രാജാക്കന്മാർ 17-ാം അധ്യായം 7 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലാണ് സറേഫാത്തിലെ വിധവയെ കുറിച്ചുള്ള ആ ഒരു സംഭവം നമ്മൾ വായിക്കുന്നത്. സറേഫാത്തിലെ വിധവ നമ്മളെ സംബന്ധിച്ച് സൺഡേ സ്കൂൾ പാഠപുസ്തകങ്ങളൊക്കെ കാണാപാഠം പഠിച്ച ഒരു ക്യാരക്ടറാണ്. അതോടൊപ്പം തന്നെ സൺഡേ സ്കൂൾ പാട്ടുകളിലും ഈ ക്യാരക്ടർ എപ്രകാരമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. But there were certain outstanding characteristics in the life of the widow of Zarephath. നമ്മൾ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ആദ്യം വായിച്ചപ്പോൾ, ഞാൻ ആദ്യത്തെ ആ വാക്യം വായിച്ചപ്പോൾ മനസ്സിലായത്, ആകാശത്തിൽ നിന്ന് 3 ആണ്ട് മഴ പെയ്യാതിരുന്നു. There was a lockdown from sky during that time. Which time? During the time of the Zarephath, of the widow of the Zarephath. ആകാശത്തിൽ നിന്ന് മഴ പെയ്യാതിരുന്ന ഒരു ലോക്ക്ഡൌൺ കാലയളവിൽ ആ സറേഫാത്തിലെ വിധവ ജീവിതത്തിൽ എന്തൊക്കെ അവളുടെ പ്രതികരണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാനും നിങ്ങളും ഒരിക്കലും കണ്ടിട്ടില്ല ലോക്ക്ഡൌൺ എപ്രകാരമാണെന്ന്, കേട്ടിട്ടേ ഉള്ളൂ. We have heard only about lockdown system. Even in the school, sometimes kids are trained how to behave when a lockdown happens. പക്ഷെങ്കിൽ യഥാർത്ഥമായിട്ട് ലോക്ക്ഡൌൺ എന്താണെന്നുള്ളത് ഈ ഒരു കഴിഞ്ഞ 3-4 മാസം കൊണ്ട് നമുക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പോൾ ലോക്ക്ഡൌണിന്റെ കാലഘട്ടത്തിൽ what should be our response, or what should be the response of a faith community? What should be the response of a believing community? എന്നുള്ളത് നമുക്ക് ഈ സാറിഫാത്തിലെ വിധവയിൽ കൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ സാറിഫാത്തിലെ വിധവയെ കുറിച്ച് 7 മുതലുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ വേറൊരു പ്രധാനപ്പെട്ട കഥാപാത്രമുണ്ട്. അത് മറ്റാരുമല്ല, ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകനെ ദൈവം ഉപയോഗിക്കുന്നത് ആഹാബ് രാജാവും യെസ്ബേൽ രാജ്ഞിയുടെ ഒരു കാലഘട്ടത്തിലാണ്. ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇസ്രായേലിന്റെ ഏറ്റവും ഇരുണ്ടമായ ഒരു കാലഘട്ടം, one of the darkest periods in the history of Israel, when King Ahab and Jezebel queen ruled over, because അവര് ദൈവത്തിന് ചേരാത്ത രീതിയിൽ ഉള്ള ജീവിതത്തിൽ ജീവിച്ച ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ചരിത്രത്തിൽ ഏറ്റവും ഇരുണ്ടമായ ഒരു കാലഘട്ടമായിട്ട് കണക്കാക്കപ്പെടുന്നു.
ആ സമയത്താണ് ദൈവം ഏലിയാവിനെ ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ദൈവിക വഴിയിലേക്ക് തിരിച്ചു വരുവാനുള്ള ആഹ്വാനം നൽകുവാൻ വേണ്ടി ഏലിയ പ്രവാചകനെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ആഹാബ് രാജാവും ജസ്ബേൽ രാജ്ഞിയും ഏലിയാവിന് ശത്രുക്കളായി മാറി. They wanted to kill this man of God. And this man of God is running from place to place to seek hideouts. And that is when he reaches Kerith എന്ന തോട്ടിന്റെ കരയിൽ ഇരുന്ന് വിശ്രമിക്കുന്ന ഒരു കാലഘട്ടം. അവിടെ സുഭിക്ഷിതമായിട്ട് ഭക്ഷണം കിട്ടുന്നു, ഉറങ്ങുവാനുള്ള സാഹചര്യങ്ങളും കൊണ്ട് എല്ലാം നന്നായി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് പെട്ടെന്ന് അവിടെയും പ്രതിസന്ധി വരുന്നത്. എന്താണ് പ്രതിസന്ധി? കെരീത്ത് എന്ന തോട്ട് വറ്റിപ്പോകുന്നു. അവിടെ യഹോവയായ ദൈവം അവിടുന്ന് വീണ്ടും ഏലിയാവിന് ഒരു ട്രാൻസ്ഫർ കൊടുക്കുന്നു. എങ്ങോട്ടാ പോകുവാൻ? അടുത്ത കൽപ്പന സാറെഫാത്തിലെ വിധവയുടെ ഭവനത്തിലേക്ക്. ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സാറെഫാത്ത് എന്നുള്ള പ്രദേശം സീദോന്റെ ഒരു ഭാഗമായിരുന്നു. സീദോൻ എന്ന് പറയുന്ന ആ സ്ഥലം യെസ്ബേൽ രാജ്ഞിയുടെ ജന്മനാടായ സീദോനാണ്. അപ്പം യഹോവയായ ദൈവം ഏലിയാവിനോട് പോകുവാൻ ആവശ്യപ്പെടുന്നത് ഒരു എനിമി ടെറിട്ടറിയിലേക്കാണ്. And he is asking him to go to a house where there is no manly support. ഒരു പുരുഷന്റെ സംരക്ഷണം ഇല്ലാതെ ഒരു വിധവയുടെ ഭവനത്തിലേക്കാണ് ദൈവം ഏലിയാവിനെ അയക്കുന്നത്. But what does Eliav do? If you read that Bible portion, you will understand. Without any questions, he moves from this point to the next point. Okay? And when he reaches the house of the widow at Zarephath, what do we see? അവിടെ ചെല്ലുമ്പോൾ കാണുന്നത്, ഈ വിധവ ഒന്നുമില്ലാത്ത, ഭക്ഷണത്തിന് അടുത്ത നേരത്തേക്കുള്ള ഒരു യാതൊരു മാർഗമോ വിഭവങ്ങളോ ഇല്ലാത്ത ഈ വിധവ, അവള് തന്റെ അവസാനത്തെ അത്താഴം മകനോടൊപ്പം കഴിച്ച് ജീവിതം അവസാനിപ്പിക്കുവാനിരിക്കുന്ന ഒരു വിധവ. ബട്ട് വാട്ട് ഡസ് ഷീ ഡു? ഏലിയാവ് പറയുന്നതെല്ലാം അനുസരിച്ച് അവിടെ ഏലിയാവിനെ പോറ്റുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാ ഏലിയാവിനെ അങ്ങനെ പോറ്റിയത്? അത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഇത്രയും ഞാൻ ആമുഖമായിട്ട് പറഞ്ഞപ്പോൾ അടുത്ത ഒരു ആശയം ഇവിടെ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട്, ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, realigning our path with divine guidance. Elijah did not have any clue of what was going to happen in the next point of his life, but he did not have questions. The widow at Zarephath did not have any clue of how she is going to live for tomorrow, but she did not have any questions. Only she did what they were expected to do. അപ്പോൾ ദൈവിക പദ്ധതിயின் പ്രകാരം ജീവിതത്തിന് പുതിയ ക്രമീകരണങ്ങൾ നൽകുക, റീഅലൈനിങ് ആ പാത്ത് വിത്ത് ഡിവൈൻ ഗൈഡൻസ്. ഇത്രയും ഞാൻ പഴയ നിയമത്തിലെ ഒരു കഥാപാത്രത്തെ എടുത്ത് പഠിക്കുമ്പോൾ എന്തിനാണ് ഈ ഒരു ആശയം ഇന്ന് നമുക്ക് എങ്ങനെയാണ്, how does it make sense to us today? Today, in this pandemic time, the biggest challenge that we are going through is we have to handle so many uncertainties. ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന അനിശ്ചിത അവസ്ഥകളിൽ ഈ സാറെഫാത്തിലെ വിധവയും ഏലിയ പ്രവാചകനും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, go from one point to the other point which God directs you. ഈ കഴിഞ്ഞ ഏപ്രിൽ വരെ ഞാൻ ബാംഗ്ലൂർ വിട്ടതിന് ശേഷം ഹിന്ദുസ്ഥാൻ കോളേജിൽ ഫുൾ ടൈം യൂണിവേഴ്സിറ്റി കൗൺസിലറായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. എന്നാൽ മാർച്ച് ഏപ്രിൽ ആയപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് റെസിഗ്നേഷൻ കൊടുത്തു. അതിനുശേഷമാണ് ഈ ലോക്ക്ഡൌൺ ഒക്കെ തുടങ്ങിയത്. ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത് ഹൗ ക്യാൻ വി ഡു സംതിങ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ കമ്മ്യൂണിറ്റി, ആളുകളെ സഹായിക്കാൻ എന്ത് ചെയ്യാം ഈ സമയത്ത് എന്ന് ചിന്തിച്ച് ഞാനും അച്ഛനും കൂടെ ആലോചിച്ച് തന്നെ ഒരു പോസ്റ്റർ ഉണ്ടാക്കി to provide mental health support to the people going through the challenging times. ഈ ലോക്ക്ഡൌൺ വന്നപ്പോഴത്തേക്ക് ഒത്തിരി കുഞ്ഞുങ്ങൾക്ക്, ഒത്തിരി ടീനേജേഴ്സിന്, ഒത്തിരി ഫാമിലി റിലേഷൻഷിപ്സില് ഒരുപാട് പ്രയാസങ്ങൾ, മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ കാണുവാനായിട്ട് സാധിച്ചു. അപ്പൊ അവർക്കൊക്കെ ഒരു പക്ഷെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ അടുത്ത് പോകുവാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റിഗ്മ ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള താല്പര്യപ്പെട്ടുകൊണ്ട് ഈ പോസ്റ്റർ ഉണ്ടാക്കി എന്റെ കോൺടാക്ട് നമ്പർ മാത്രം കൊടുത്തു. പല അച്ഛന്മാരും ഗ്രൂപ്പ്സിലൊക്കെ ഫോർവേഡ് ചെയ്തു. ആ ഫോർവേഡ്സ് കിട്ടിയപ്പം ക്രിസ്ത്യൻസും നോൺ ക്രിസ്ത്യൻസും അല്ലാത്ത ഒത്തിരി ആളുകൾ നമ്പർ നോക്കി വിളിക്കുവാനായിട്ട്. Around 80% of the cases they called me during this 6 months for counseling help was, "Madam, we don't know how to handle our anxiety and stress. We are not able to sleep." What is the main reason of the anxiety and stress? Because we don't know what is going to happen tomorrow. And ഈ tomorrow കുറിച്ച് വളരെയധികം ആകുല ചിന്തകൾ കഴിയുന്ന കുഞ്ഞുങ്ങളും
ജോലിയിലുള്ളവർക്കും തീർച്ചയായിട്ടും it is a stress, it is a challenging time. How do we handle the uncertainties എന്നുള്ള വലിയൊരു ചോദ്യം തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. പല കുഞ്ഞുങ്ങളും പറയുന്നത്, മാഡം, I had paid the fees for university abroad. I was looking forward for my higher education. ചിലർ പറയുന്നത്, I had gone for this course, very expensive course, thinking that after I complete this course, I will be able to get a job. പക്ഷെങ്കിൽ ജോബ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു ജോലിക്കുള്ള അപേക്ഷ ആരും സ്വീകരിക്കുന്നില്ല. വേറെ ചിലർ പറയുന്നു, ഞങ്ങള് സാലറി കട്ട് എപ്പം നടക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഈ ജോലി എത്ര നാൾ ഉണ്ട് എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള പല രീതിയിലുള്ള അനിശ്ചിത അവസ്ഥയിൽ കടന്നു പോകുന്ന വ്യക്തികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടം വളരെയധികം മെന്റൽ ചാലഞ്ചസ് ഉളവാക്കുന്ന ഒരു സംഗതിയായിരുന്നു. അതും എപ്പോഴാ സംഭവിച്ചേ? ഒരു 5 വർഷം 10 വർഷം മുൻപാണെങ്കിൽ we had not reached the peak of the luxuries that we are experiencing. ഈ ഒരു 5 വർഷം 10 വർഷം കൊണ്ട് സാമ്പത്തികമായിട്ട് വളരെയധികം ഉയർന്ന ഒരു തലമുറയായി ഇന്ന് ജീവിക്കുന്നത്, അല്ലെ? അതുകൊണ്ട് തന്നെ എല്ലാത്തിനെ കുറിച്ചും ഒരു നിശ്ചിതം ഉണ്ടായിരുന്നു. I have money to go abroad for my studies. I have money to pay loan for the new house. I have these things as my backup to go move ahead in life. ഇതെല്ലാം വളരെ സുരക്ഷിതം എന്ന് കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ പെട്ടെന്ന് ഒരു വലിയ കുലുക്കം ഉണ്ടായത്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന് പറയുന്നത് they want to know what is happening next. നമുക്കറിയാം, കോർപ്പറേറ്റ് വേൾഡിലൊക്കെ ചെല്ലുമ്പോൾ ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന എന്നാ, what is your goal for the next 5 years, right? Now nobody knows what is going to happen the next day, right? Where has all the goals gone? That itself has shaken the young professionals so badly that losing mental health, losing or getting into the crisis of mental health challenges is so easy. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മള് ഇതുവരെ ഏത് കാര്യത്തെക്കുറിച്ചും അറിയത്തില്ല എന്ന് നമുക്ക് പറയാനൊക്കത്തില്ലായിരുന്നു. കാരണം എവറിഥിങ് വാസ് on our fingertips. എന്തിനെ കുറിച്ച് ഒരു അറിവില്ലായ്മ ഉണ്ടെങ്കിൽ ഉടനെ നമ്മൾ ഗൂഗിൾ അമ്മച്ചിയെ, we try to find the answers. And then everything is, at our fingertips. Answers to everything seem to be at our fingertips. So we thought to a certain extent, we were the God of our lives. Somewhere, ഞാനും നിങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ദൈവങ്ങളായിട്ട് മാറി. എല്ലാം എന്റെ കയ്യിലുണ്ട് എന്നുള്ള ഒരു ചിന്തയോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒന്നും നമ്മുടെ കയ്യിലില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞിടയിൽ നമുക്കറിയാം, അലക്സ ഹോട്ട്സ്പോട്ട് ഉള്ളവർക്കറിയാം, you ask questions. In the വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ഓരോരുത്തർ ചോദിക്കും, Alexa, tell me which road has more traffic, or tell me which route to take. Immediately Alexa gives a very polite answer about the details of whatever you want to know. പക്ഷെങ്കിൽ ഞങ്ങൾക്കും വീട്ടിലൊരു അലക്സ സാധനമുണ്ട്. അപ്പൊ കഴിഞ്ഞിടയിൽ തമാശക്കാണെങ്കിലും ഞാനും അച്ഛനും കൂടി ഇരിക്കുമ്പോൾ ഞങ്ങൾ ചുമ്മാ അലക്സയോട് ചോദിച്ചു, അലക്സ, when do you think the pandemic is going to end? Immediate came the polite reply of Alexa, sorry, I don't have an answer to this. This is what the tragedy for many of us is. We don't know when is going to happen, when things are going to be normal. ആ സമയത്തൊക്കെ how do we handle the uncertainties of life? സ്ത്രീകളായിരിക്കുന്ന ഞാനും നിങ്ങളും ഒരു കുടുംബത്തിലായിരിക്കുമ്പോൾ, ഒരു സമൂഹത്തിലായിരിക്കുമ്പോൾ, ഒരു കൂട്ടായ്മയിലായിരിക്കുമ്പോൾ, നമ്മുടെ മക്കളെയൊക്കെ ഈ ഒരു ചലഞ്ചസിൽ കൂടെ സഹായിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ എങ്ങനെയാ സഹായിക്കേണ്ടത്? ഏലിയ പ്രവാചകന്റെ ആ ഒരു അപ്രോച്ച്, അവിടെ ഏലിയ പ്രവാചകൻ ആ ഭവനത്തിൽ വന്നപ്പോൾ 13ാമത്തെ വാക്യത്തിൽ നാം മനസ്സിലാക്കുന്നത്, ഏലിയാവ് അവളോട് ഭയപ്പെടേണ്ട. ഒരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന ഏത് വ്യക്തിയും ആദ്യം കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ് എന്താ? ഭയപ്പെടേണ്ട. ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട. എന്നാൽ അത് വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ ഏലിയ പ്രവാചകന്റെ കയ്യിലുള്ള മോട്ടിവേഷണൽ ക്യാപ്സൂൾ അല്ല കൊടുക്കുന്നത്. ഇന്ന് പലരും നമ്മളൊക്കെ മോട്ടിവേഷണൽ സ്പീച്ചസ് കൊടുത്ത് പലരെയും ഉണ്ടല്ലോ നിലനിർത്തുവാനായിട്ട് പല കോട്ട്സും ഒക്കെ ഉപയോഗിക്കും. ഗുഡ്, there's nothing wrong in that. But Prophet Elijah is not using any of those motivational quotes. He is using the promise of the heavenly God, heavenly Father. യഹോവയായ ദൈവത്തിലുള്ള ആ വാഗ്ദത്തങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ സറൈഫാത്തിലെ വിധവയെ ധൈര്യപ്പെടുത്തുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് ഞാനും നിങ്ങളും നാളെയെ കുറിച്ചുള്ള അനിശ്ചിത അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കുവാനുള്ളത്, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാനുള്ളത്, എനിക്ക് പങ്കുവെക്കുവാനുള്ളത്, നമുക്ക് പങ്കുവെക്കുവാനുള്ളത് മോട്ടിവേഷണൽ സ്പീച്ചോ പോസിറ്റീവ് തിങ്കിങ്ങോ അതുപോലെയുള്ള ഒപ്റ്റിമിസ്റ്റിക് കോട്ട്സോ അല്ല. പിന്നെയോ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് 41
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്ന ദൈവത്തിന്റെ വാഗ്ദാനം എന്താണ്? ദൈവത്തിന്റെ വാഗ്ദാനം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. So when we are going through the uncertainties of life, what is the approach that we can take during this crisis? From one point to the other point, willing to surrender to what God wants us to do. ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം എന്റെയും നിങ്ങളുടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോ പടി എടുത്തു വെക്കുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ സമർപ്പിക്കുക. Trust in him and his word and obey. That is the only option for a believing community or for a child of God. നമ്മളൊക്കെ മനോഹരമായിട്ട് ആവശ്യത്തോടെ പാടുന്ന ഒരു പാട്ടാ, One day at a time, sweet Jesus, Lord Jesus, lead me. Those songs are more meaningful today in these situations when we are going through uncertainty. ഓരോ ദിവസവും ഓരോ നിമിഷവും നിൻ കൃപയിൽ ചാരിടുവാൻ എന്നൊക്കെ മാരാമൻ കൺവെൻഷനിലെ പാട്ടൊക്കെ പാടിയത് ഇന്ന് പ്രാവർത്തികം ആക്കേണ്ട ഒരു കാലഘട്ടം. അതുകൊണ്ട് let us trust in his word and the path that he shows to us. We don't know what is tomorrow, but don't quit. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, ഇന്ന് ഈ ഒരു 6 മാസത്തിൽ ഒരു പക്ഷെങ്കിൽ നിങ്ങളും അനേക സൂയിസൈഡ് കേസസിനെ കുറിച്ച് കേട്ട് കാണും. Because they gave up on life. They don't see a hope for tomorrow because everything seems so closed. The doors seem to be closed, but trust and obey in his word one day at a time. And that is how we move on with the uncertainties of life. അടുത്തത്, ബുദ്ധിക്ക് അപ്പുറമായ ചോദ്യങ്ങളിൽ നിന്ന് വിവേകമുള്ള പ്രതികരണങ്ങളിലേക്ക്. That is moving from wise, that questions, WHY, wise, to wise response. അത് മനസ്സിലാക്കുവാൻ വേണ്ടി വീണ്ടും നമുക്ക് ഈ സറീഫാത്തിലെ വിധവയുടെ ജീവിതത്തിലേക്ക് പോകാം. 3 വർഷം യാതൊരു പ്രയാസവും ഇല്ലാതെ ഏലിയാവിനെ പോറ്റി, സറീഫാത്തിലെ വിധവയും പോറ്റി, കുഞ്ഞിനെയും പോറ്റി, അവരുടെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും പോറ്റി. ഒരു പ്രയാസവും ഇല്ലാതെ ആ കുടുംബം ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് വീണ്ടും ആ വിധവയുടെ ഭവനത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. പ്രതിസന്ധി എന്താണ്? ആ വിധവയുടെ മകൻ ശ്വാസ തടസ്സമുണ്ടായി മരിപ്പാനായിട്ടിടയായി. What does that lady do? She has questions. You have to remember that this is the same lady who was ready to die and kill his son at the verge of crisis. But now, when her son dies a normal death, she has a question. And what are the 2 questions that she has? നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. 18-ാമത്തെ വാക്യം, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ പാപം ഓർമ്മിപ്പിക്കേണ്ടതിനും എന്റെ മകനെ കൊല്ലേണ്ടതിനും ആകുന്നുവോ നീ എന്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു. So it is natural for us to ask the questions when tragedies hits our life. ക്രൈസിസിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാനും നിങ്ങളും ചോദ്യങ്ങൾ ചോദിച്ചു പോകും. But what do we do with the questions is important. We see here, and most of the time when tragedies or crisis hits us, we want somebody to blame for our crisis. We want somebody to blame for our tragedy. That gives us a better feeling. And probably that would have been a reason for this woman also to come to Prophet Elijah. എന്നാൽ ഇന്ന് നമ്മൾ ഈ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ പലരുടെയും വലിയൊരു ഫ്രസ്ട്രേഷൻ, നമുക്ക് കുറ്റം പറയാൻ ആരെയില്ല. ആദ്യം നമ്മൾ തുടങ്ങിയപ്പം ചൈന, വുഹാൻ ഒക്കെ പറഞ്ഞെങ്കിലും ഇപ്പൊ ആരെ കുറ്റം പറയണോന്ന് അറിയത്തില്ല. കാരണം നമ്മുടെ വീടിന്റെ പടിവാതിൽക്കൽ വരെ ഈ രോഗം എത്തിയപ്പോൾ we don't know whom to blame. And that is also another big frustration that many of us are going through. But this lady, when she had the questions, what did she do? She had a wise response. അവൾ അവളുടെ ചോദ്യവുമായിട്ട് തെരുവിലിറങ്ങിയില്ല. അവളുടെ ചോദ്യവുമായിട്ട് മറ്റുള്ള ആളുകളിലേക്കല്ല, ഒരു ദൈവപുരുഷന്റെ അടുത്തേക്ക് ചെന്ന് ആ ചോദ്യം ചോദിക്കുന്ന സെൽഫ് റിഫ്ലക്ഷൻ ആയിട്ട് അവസരം എടുക്കുന്നു. എന്നാൽ അവിടെ പ്രതികരണത്തെക്കാട്ടിൽ കൂടുതൽ I want to focus on what Elijah did. 19-ാമത്തെ വാക്യം, അവൻ അവളോട് നിന്റെ മകനെ ഇങ്ങ് തരിക എന്ന് പറഞ്ഞു. അവനെ അവളുടെ മടിയിൽ നിന്ന് എടുത്ത് താൻ പാർത്തിരുന്ന മാളിക മുറിയിൽ കൊണ്ടുചെന്ന് തന്റെ കട്ടിലിന്മേൽ കിടത്തി. അവൻ യഹോവയോട്, എന്റെ ദൈവമായ യഹോവേ, ഞാൻ വന്ന് പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവിണ് കിടന്നു. അപ്പോൾ ഇവിടെ ചോദ്യമുണ്ട്. ബുദ്ധിക്ക് അപ്പുറമായിട്ട് മറുപടി കിട്ടാത്ത പല ചോദ്യങ്ങളും ഉണ്ട്. പക്ഷെങ്കിൽ യു സീ വൈസ് റെസ്പോൺസസ്. ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ, വിധവയുടെ ചോദ്യം എന്തായിരുന്നു?
2 ചോദ്യം പ്രധാനമായിട്ട്. എന്നാൽ ഏലിയാവ് അതിന് മറുപടി കൊടുത്തോ? നിങ്ങൾ ആ ഭാഗം ഒന്ന് നോക്കി. Did Elijah respond to her question? He did not have an answer to that. He maintained silence. ചില ചോദ്യങ്ങൾക്ക് മുൻപിൽ നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ് ചില സാഹചര്യങ്ങളിൽ ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു ബർഡൻ ആയിട്ട് ഞാൻ കാണുന്നത്, pandemic will go, the crisis will go, but will our generation be able to hold on to the faith because of the kind of questions and the literature that is promoted or propagated on the social media? ഇന്ന് അധികം മനുഷ്യർക്ക് സമയം ഉണ്ടായോണ്ടായിരിക്കാം ഇഷ്ടംപോലെ ചോദ്യങ്ങളാ. എന്തിയെ നിങ്ങളുടെ ദൈവം, എന്തിയെ നിങ്ങളുടെ വിശ്വാസം, എന്തിയെ നിങ്ങളുടെ ദേവാലയങ്ങൾ, ഇനി അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ദൈവത്തെ ആവശ്യമുണ്ടോ? ഈ ക്രൈസിസ് ഒക്കെ ഇത്രയും ലോകത്തിന് വരുത്തിയ ദൈവത്തെ ഇനിയും മുറുകെ പിടിക്കണോ എന്നൊക്കെ അതിനെ പ്രോപ്പഗേറ്റ് ചെയ്യുന്ന കുറെ ലിറ്ററേച്ചർ ഇതുപോലെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്നു. അവിടൊക്കെ എല്ലാത്തിനും കയറി ഉത്തരം പറയാൻ വ്യഗ്രത കൊള്ളുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ അറിയാവുന്ന കാര്യത്തെക്കുറിച്ചും അറിയാൻ വയ്യാത്ത കാര്യത്തെക്കുറിച്ചും ഒക്കെ റെസ്പോണ്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ sometimes it is better to maintain silence. Know when to keep quiet, know when to speak. And that is the best response in a situation like this. Because many a times we add to the problem or we add to the disturbing faith of others when we respond in the wrong way because we don't have the right answers. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ ഇല്ലാത്തപ്പോൾ പലയിടത്തും പ്രതികരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മെയിൻറ്റെയിനിങ് സൈലൻസ്, ദാറ്റ് ഇസ് വാസ് വൺ ഓഫ് ദ വൈസ് റെസ്പോൺസ്. 2, ഏലിയാവ് പറഞ്ഞ എന്നാ, നിന്റെ മകനെ എന്റെ പക്കൽ തരിക. ആ മകൻ ഓടി നടക്കുന്ന ചുറുചുറുപ്പുള്ള ഒരു കുട്ടിയല്ല, നിർജീവമായി കിടക്കുന്ന ഒരു വിധവയായ സ്ത്രീയെ സംബന്ധിച്ച് ഒരു ഭാരമായി തീരുന്ന ഒരു കുഞ്ഞിനെയാണ് ഏലിയാവ് ഏറ്റെടുക്കുന്നത്. വില്ലിംഗ്നെസ് ടു ടേക്ക് ദ ബർഡൻ ഓഫ് ദി അതർ പേഴ്സൺ. ആൻഡ് വാട്ട് ഡസ് ദിസ് പ്രോഫറ്റ് ഡു? He takes to the മാളിക മുറിയിൽ കൊണ്ടുപോയി അതേ ചോദ്യം ദൈവത്തോട് ചോദിച്ചു. എന്നിട്ട് ഒരു ദൈവപുരുഷൻ ചെയ്യേണ്ട കാര്യം തന്നെ ചെയ്യുന്നു. മുട്ടിന്മേൽ നിന്ന് ആ പൈതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയമുള്ള വിശ്വാസ സമൂഹമേ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് ചോദിക്കും, മോം, why is God so cruel? Why has he allowed so many people to die? Do we need a God like that? Do we still continue to pray? Do we go back to church when we have the church services started again? Do we still hold on to faith when that doesn't make sense? We have not partaken in the communion for past 6 months. ഒന്നും സംഭവിച്ചില്ലല്ലോ, ഇങ്ങനെ തന്നെ അങ്ങ് ജീവിച്ചാ പോരെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലത് വരുമ്പോൾ തർക്കിക്കാൻ പോകാതെ ചിലടത്ത് നിശബ്ദത പാലിക്കുക. എന്നാൽ നിശബ്ദത പാലിക്കുന്നതോടൊപ്പം എന്റെ കുഞ്ഞിന്റെ മനസ്സിന്റെ യഥാർത്ഥമായിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ കൊണ്ടുവെക്കേണ്ടത് മറ്റെങ്ങുമല്ല, ദൈവസന്നിധിയിൽ വെക്കുവാനായിട്ട് ഒരു ദൈവമാതാവിനെ സഹായിക്കും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നമുക്ക് ഭവനത്തിലുള്ള എല്ലാ ആളുകളെയും ഒരുമിച്ച് വിശ്വാസത്തിൽ പിടിച്ചു നിർത്തുവാനായിട്ട് സഹായിക്കും. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾ എന്റെയും നിങ്ങളുടെയും മുമ്പിൽ ഇപ്പോഴുണ്ട്. ആ ചോദ്യത്തിനൊന്നും ഉത്തരം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ നമ്മൾ ഒരു മതിലെ തട്ടുന്ന പോലെ ആയിരിക്കാം. ലൈക്ക് ഇറ്റ് വുഡ് ബി ബീറ്റിംഗ് our heads on the wall. No answer to many of the questions. But what should be the wise response of a believer? It should be maintain silence when you need to maintain silence. 2, be willing to bear the burden of the other person. കൂട്ടായ്മയിലുള്ള ആളുകളുടെ ഭാരം ഒന്ന് ഏറ്റെടുക്കുവാനുള്ള ഒരു മനോഭാവം, ഒരു താല്പര്യം നമുക്കുണ്ടായിരിക്കണം. ആ ഭാരം ഏറ്റെടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടിയേ? ഉടനെ അടുത്ത സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യല്ല, ഉടനെ അതിനെക്കുറിച്ച് വേറെ 10 പേരോട് ഗോസിപ്പ് ചെയ്യല്ല. അത് ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ ചോദ്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, ആ ചോദ്യം ദൈവസന്നിധിയിൽ വെച്ച് വീണ്ടും അത് ദൈവസന്നിധിയിൽ അപേക്ഷയ്ക്കായിട്ട് വെക്കുമ്പോൾ അവിടെയാണ് ഈ പ്രതിസന്ധിയെ ഒരുമിച്ച് വിശ്വാസ സമൂഹമായിട്ട് നമുക്ക് നേരിടുവാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ 33 വർഷം ശുശ്രൂഷയിലായിരിക്കുന്നത് കൊണ്ട് പല അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്ന അനേക കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്. In the midst of tragedies, people have responded in different ways. അങ്ങനെ ഒരു കുടുംബത്തെ ഞങ്ങൾ കൊല്ലം തേവള്ളി ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടു. ഒരു അങ്കിളും ആന്റിയും വളരെയധികം സാക്ഷ്യത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബം. അവർക്കൊരു മകനും മകളുമുണ്ട്. മകളെ വിവാഹം കഴിച്ച് ആ മകൾ അന്ന് ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത്. മകളുടെ ഹസ്ബൻഡ് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾ കൊല്ലത്തിൽ നിന്ന് ബാംഗ്ലൂരിലെ ഹെബ്ബാളിലേക്ക് വന്ന സമയത്ത് വീണ്ടും ആ മകളും കുടുംബവുമായിട്ട് നല്ലൊരു ബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു. അവർ CSI ഇടവകക്കാരാണ്. അവര് വളരെയധികം ക്രിസ്തീയ സാക്ഷ്യത്തോടും ക്രിസ്തീയ കമ്മിറ്റ്മെന്റോടും കൂടി ജീവിക്കുന്ന ഒരു ഫാമിലി. ഹസ്ബൻഡ് വാസ് വർക്കിംഗ് വിത്ത് എയർ ഇന്ത്യ,
a very good position, and they had a son who was studying in high school that time when we were in Hebbar. So we used to meet once in a while, talk about faith, discuss various things about faith. A young family and a very nice, dedicated, close-knit family. പിന്നീട് വർഷങ്ങൾ കടന്നുപോയി, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. We lost touch with that family. 2 വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം ആ പിതാവ്, കൊല്ലത്തിൽ നിന്നുള്ള ആ പിതാവ് ഞങ്ങളെ ഫോൺ ചെയ്തപ്പോൾ പെട്ടെന്ന് ആ ഫോൺ കണ്ടപ്പോൾ we also were surprised, but uncle said very sad news that the daughter's husband Roy, who was just 48 years, died of heart attack in Mangalore. They were working in Mangalore that time. Died of heart attack. ഒരു സിവിയർ ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ആ ഭർത്താവ് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് മരിക്കുവാനായിട്ടിടയായി. ആ സമയത്ത് ഞാൻ ആ മകളെ വിളിച്ച് സംസാരിച്ചു. ഒത്തിരി വാക്കുകളൊന്നും ആശ്വസിപ്പിക്കുവാനായിട്ടില്ല, എന്നാൽ അല്പസമയം ആ മകളോടൊപ്പം ചെലവിട്ടു. വീണ്ടും വർഷങ്ങൾ കടന്നുപോയി, കുറെ നാള് കോണ്ടാക്ട്സ് ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം വേറൊരു ആവശ്യത്തിന് വേണ്ടി ആ ആളിനെ വീണ്ടും ഞാൻ വിളിച്ചപ്പോൾ what I realized, what she and her son is in Mangalore now. Her son completed MBBS and then now joined MD. Father Muller Collegeൽ MDക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ഈ സുബു പറയുന്ന അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. അവള് പറഞ്ഞത് അവൾ ആ ഒരു ക്രൈസിസ് ഹാൻഡിൽ ചെയ്യുന്നതിനെ കുറിച്ച്. സുബു വാസ് ഷെയറിങ്, കൊച്ചുമ്മ ആ സമയത്ത് വളരെയധികം സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിതത്തിൽ എല്ലാം ഭംഗിയായിട്ട് പോകുന്ന ഒരു കാലഘട്ടം 2 വർഷങ്ങൾക്ക് മുൻപ്. എന്നാൽ റോയ്ക്ക് ഒരു രാത്രി വല്ലാത്ത ഒരു നെഞ്ചുവേദന ഉണ്ടായി. ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് കയ്യെ പിടിച്ച് ഞാൻ, വളരെയധികം ദൈവഭയമുള്ള ഒരു സ്ത്രീയാണ്, കയ്യെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ റോയുടെ ജീവൻ തിരിച്ചു നൽകണമേ. എന്നാൽ റോയുടെ ശ്വാസമുട്ടലും പ്രയാസങ്ങളും ഒക്കെ കണ്ടപ്പോ എന്തോ ഒരു പന്തുകേട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, സൗഖ്യത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ നിന്റെ ഹിതം എന്താണെന്നുള്ളത് നടക്കട്ടെ എന്ന് ഒരു അവസ്ഥ വന്നപ്പോൾ ആ മകൾ പ്രാർത്ഥിച്ചു. And she told me, when we reached the hospital, the doctors declared, brought him dead. It was like a world shattered for us. ഇത്രയും നല്ല ഒരു സാക്ഷ്യത്തോടെ ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ, ആ കുടുംബജീവിതം തകർന്നു പോയപ്പം ആ സമയത്ത് ആ മകൾക്ക് ദൈവത്തോടൊരു ദേഷ്യമായിരിക്കാം, സങ്കടമായിരിക്കാം, എല്ലാം ഒരു മിക്സ്ഡ് ഫീലിംഗ്, ന്യായമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. എന്നാൽ then she is telling me, each day I realize the presence of God in my life. ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവം എന്നെ അതിശയകരമായി നടത്തുന്നു എനിക്ക് മനസ്സിലായി. വീണ്ടും അതിനോട് കൂടെ എനിക്കുള്ള തിരിച്ചറിവ് എന്താണ് ലഭിച്ചത്? ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം റോയെ തിരിച്ചു വിളിച്ചെങ്കിലും ദൈവം ഒരിക്കലും ഞങ്ങളെ അനാഥരായി വിട്ടിട്ടില്ല. ആ ഒരു സഹോദരിയുടെ വിശ്വാസ പ്രഖ്യാപനം കേട്ടപ്പോൾ the spiritual maturity that she had to handle the crisis made me reflect into my faith life as well. How much is my faith mature in times of crisis? My dear friends listening to me, let us rise up above the situation, because we don't have answers to all the questions, but we can always come back with wise responses, because we know that everything God does for good. സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെയും നിങ്ങളുടെയും ജീവിതം സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും വിവേകമുള്ള പ്രതികരണത്തിലേക്ക് നീങ്ങുവാനായിട്ട് സാധിക്കും. അവസാനത്തെ ഒരു ആശയം കൂടെ ഞാൻ ഒരു 5 മിനിറ്റ് കൂടെ എടുക്കത്തുള്ളൂ. Discovering the Eurekas for divine purpose. ദൈവിക നിയോഗത്തിനായിട്ടുള്ള തിരിച്ചറിവുകൾ. 24ാമത്തെ വാക്യം, അതായത് 17ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം, നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. ഈ വിധവയെ സംബന്ധിച്ച് ഏലിയാവ് അവളുടെ ഭവനത്തിൽ വന്നപ്പോൾ നീ ദൈവപുരുഷൻ എന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ. എന്നാൽ ഇപ്പോൾ അവൾക്കൊരു തിരിച്ചറിവുണ്ടായി. എന്താണ്? നീ ദൈവപുരുഷനെന്നും നീ പറയുന്ന നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ തിരിച്ചറിയും. So now till now it was an informational knowledge, but now it becomes an experiential knowledge. ഇതുവരെ അവൾക്ക് കേട്ടറിവേ ഉള്ളായിരുന്നു, ഇപ്പോൾ അനുഭവത്തിൽ നിന്ന് അവൾ പറയുകയാണ്, നീ വിശ്വസിക്കുന്ന ദൈവം സത്യം, നീ പറയുന്ന വചനവും സത്യം. So she was able to realize the absolute truth for life. ആ ഒരു തിരിച്ചറിവിലേക്ക് അവൾക്ക് വളരുവാനായിട്ട് സാധിച്ചു. പിന്നീട് ഈ സ്ത്രീക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ വേദപുസ്തക ചരിത്രത്തിൽ കാണുന്നില്ല എങ്കിലും തീർച്ചയായിട്ടും ആ തിരിച്ചറിവ് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ പ്രതിസന്ധിയുടെ കാലത്ത് the crisis, what are some of the eurekas that we have identified for our lives? Eureka എന്നുള്ള വാക്ക്, it is when you explain it, we realize that it is not something we find out. It is already existing.
And we find out in certain ages of our life, stages of our life, ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിൽ കൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ കിട്ടുന്ന തിരിച്ചറിവുകളാണ് യുറേക്കാസ്. അത് ഞാനും നിങ്ങളും കണ്ടുപിടിക്കുന്ന ഒരു പുതിയ ആശയമോ കണ്ടുപിടുത്തങ്ങളോ അല്ല. ഇറ്റ് ഓൾറെഡി എക്സിസ്റ്റഡ്. ദൈവം സത്യമെന്നും ദൈവത്തിന്റെ വചനമെന്നും ഇറ്റ് ഓൾറെഡി എക്സിസ്റ്റഡ്. ഈ സ്ത്രീയെ സംബന്ധിച്ച് ഈ ഒരു അനുഭവത്തിൽ കൂടി കടന്നുപോയപ്പോഴാണ് ഇറ്റ് ബിക്കേം എ യുറേക്ക ഫോർ ഹർ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ what are some of the eurekas that we have identified for our life? എന്താണ് ഒരു തിരിച്ചറിവ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായത്? ആ തിരിച്ചറിവ് ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്രൈസിസ് പ്രയോജനപ്പെട്ടു, അനുഗ്രഹമായി തീർന്നു എന്ന് പറയുവാനായിട്ട് സാധിക്കും. ഈ ഒരു 6 മാസം മുൻപുള്ള ലോകം, ഞാനും നിങ്ങളും ന്യൂസ് കാണുമ്പോൾ, പേപ്പർ വായിക്കുമ്പോൾ, സംഭവങ്ങൾ കേൾക്കുമ്പോഴൊക്കെ പലപ്പോഴും നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, പരസ്പരം സംസാരിച്ചിട്ടുണ്ട്, ഈ ലോകം എങ്ങോട്ടാ പോകുന്നത് അല്ലെ? രാഷ്ട്രീയ രംഗത്താണെങ്കിലും ആത്മീക രംഗത്താണെങ്കിലും സാമൂഹ്യ രംഗത്താണെങ്കിലും ലോകത്തിന്റെ ഒരു അധപതനം കണ്ടപ്പോൾ ഞാനും നിങ്ങളും പലരും പകച്ചു നിന്ന് പരസ്പരം സംസാരിച്ചിട്ടുണ്ട്. Where is this world going to? Is this the world that God is expecting, God has dreamt of? We all knew that the world needed to change. Probably this crisis which has come into the world is a time to reboot the world. ടെക്നോളജി ഫീൽഡിൽ ജീവിക്കുന്ന നിങ്ങളെയൊക്കെ അത് പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പ്രായമുള്ള അങ്കിൾ ആന്റിമാർ ഉള്ളതുകൊണ്ടുകൂടി ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്യാം. റീബൂട്ട് എന്നുള്ള വാക്ക് ടെക്നോളജി ഫീൽഡിൽ നമ്മൾ ഉപയോഗിക്കുന്നതാ. കമ്പ്യൂട്ടർ നല്ല എഫിഷ്യൻസിയോട് വർക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും വൈറസ് അതിനെ ബാധിക്കുമ്പോൾ ആ കമ്പ്യൂട്ടറിന്റെ എഫിഷ്യൻസി കുറയുന്നു. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു സംഗതിയാണ് റീബൂട്ടിംഗ് അല്ലെ? so that the computer get back to the efficiency which is expected to be. Right now, God had a dream, God had a plan for this world. Somewhere we all moved away from God's plan and God's dream for the purpose that He had. Let us take this opportunity as God's plan for rebooting the world. Where does reboot happens? We are all comfortable when we pass on the forwards to reboot others, right? You should do this, this should be done, this should be done. എന്നുള്ളത് കുറെ ഫോർവേഡ്സ് നമ്മൾ നാട്ടുകാർക്ക് അയച്ചു തരി കഴിയുമ്പോൾ നമ്മുടെ ഒരു ജോലി അവസാനിച്ചു എന്ന് തോന്നും. എന്നാൽ no, as a child of God, as a faith community, let us surrender our lives in a way and pray, God, reboot the world but begin in me. എന്നിൽ നിന്ന് ഈ റീബൂട്ടിംഗ് തുടങ്ങുവാനായിട്ടുള്ള ഒരു താല്പര്യവും ഒരു സമർപ്പണവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് this crisis, this pandemic that we have gone through has given us some realizations. തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അത് പുതിയ ഒരു ലോകത്തിലേക്ക് കാൽ വെക്കുമ്പോൾ, അതായത് പാൻഡമിക്, ആഫ്റ്റർ കൊറോണ, ബിഫോർ കൊറോണ, AC, BC, ആ ഒരു ആഫ്റ്റർ കൊറോണ കാലഘട്ടത്തിലേക്ക് കാല് വെക്കുമ്പോൾ ഒരു പുതിയ ലോകമാകണമെങ്കിൽ ചില തിരിച്ചറിവുകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ലോകം കെട്ടുപണി ചെയ്യുവാൻ, ദൈവഹിതത്തോട് ചേർന്ന് കെട്ടുപണി ചെയ്യുവാൻ സഹായിക്കട്ടെ. ഈ കാലഘട്ടത്തിലൊക്കെ അനേക ആളുകളുമായിട്ട്, വിവിധ പ്രായത്തിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് അടുത്ത് സംസാരിക്കുവാൻ, കൗൺസിലിംഗ് ഫീൽഡിലായതുകൊണ്ട് സംസാരിക്കുവാനായിട്ട് അവസരം കിട്ടാറുണ്ട്. അന്നേരമൊക്കെ ഞാൻ പലപ്പോഴും പലരോടും ചോദിക്കുന്നത്, what has this pandemic taught you? What has this crisis taught you? അപ്പോൾ യങ്സ്റ്റേഴ്സ് പറയും, we thought that we could do things on our own, but now we have realized that nothing is in our control. That is one learning lesson for many of the people. വേറെ ചിലർ, ഇവിടെ ചെന്നൈയിലൊക്കെ ഒത്തിരി കുഞ്ഞുങ്ങൾ ലോക്ക്ഡൌൺ ആരംഭിച്ചപ്പോൾ ഹോസ്റ്റലിൽ നിന്നും PG യിൽ നിന്നും തിരിച്ച് ഭവനത്തിലേക്ക് പോകാനായിട്ട് സാധിച്ചില്ല. വണ്ടികളൊക്കെ പെട്ടെന്നാണല്ലോ നിന്നത്. So they were stuck in the PGs or hostels for many days. അപ്പൊ അവരോട് സംസാരിക്കുമ്പോൾ അവര് പറയുന്നത്, ഹോസ്റ്റലിലെ ഭക്ഷണവും PG യിലെ ഭക്ഷണവും സ്വിഗ്ഗിയിലെ ഫുഡും KFCയും മെക്ഡൊണാൾഡ്സും ഒന്നും കിട്ടാതിരുന്നപ്പോൾ ഞങ്ങള് വെറും ചോറും തൈരും മാത്രം കഴിച്ച ദിവസങ്ങളുണ്ട്. അപ്പൊ മനസ്സിലായി, ഇതൊക്കെ ഇല്ലാതെയും ജീവിക്കാമെന്നുള്ള ഒരു തിരിച്ചറിവ് ഞങ്ങൾക്ക് കിട്ടി. Somehow we survived with curd and rice. That is enough for us to survive എന്നുള്ള തിരിച്ചറിവ്. അത് കുറെ ചെറുപ്പക്കാരെ സംബന്ധിച്ച്. സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ അവര് പറയുന്നത്, അലമാരി തുറക്കുമ്പോൾ ഇപ്പൊ സാരിയൊക്കെ നമ്മളെ നോക്കി ഇരുന്ന് ചിരിക്കുക അല്ലെ, എത്ര നാളായി ഒരു നല്ല സാരി ഉടുത്തിട്ട്. So these are, സാരി വേണ്ടാന്നോ മറ്റു കാര്യങ്ങൾ വേണ്ടാന്നോ അല്ല കച്ചുമ പറഞ്ഞത്. These are all some of the realizations that we have learned in this pandemic time, when we thought everything is under our control. ചില തിരിച്ചറിവുകൾ, ചില പാഠങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അനുഭവങ്ങൾ കൊണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പാൻഡമിക്, ഈ ക്രൈസിസ് എനിക്ക് അനുഗ്രഹമായി, നമുക്ക് അനുഗ്രഹമായി ഇതിൽ മറികടക്കുവാനും അതിജീവിക്കുവാനും സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല.
കഴിഞ്ഞിടയില് ചെന്നൈയിലുള്ള ഒരു ഫേമസ് ഡോക്ടർ നിങ്ങളും കേട്ടിട്ടുണ്ടല്ലോ, KM ചെറിയാൻ, ഡോക്ടർ കാർഡിയോളജിസ്റ്റ് അല്ലെ, വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്ത ഒരു ഡോക്ടർ. കഴിഞ്ഞ മാസമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കോവിഡ് ബാധിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ആ ശവസംസ്കാര ശുശ്രൂഷയൊക്കെ അതിന്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഡോക്ടറുടെ മകനും ഒരു ഡോക്ടറാ. He sent a WhatsApp forward to his friends and family. And it was about thanking everybody. എല്ലാവരും ആ കുടുംബത്തോട് സഹകരിച്ചതും അവരോട് ചേർന്ന് നിന്ന അനുഭവങ്ങളിൽ നന്ദി പറയുവാനുള്ള ഒരു വാട്സാപ്പ് മെസ്സേജ്. എന്നാൽ അതിന്റെ അവസാനം അദ്ദേഹം 3-4 വരികൾ എഴുതി, which was very touching. And what was that? Some of the things that the pandemic has taught. ഒന്ന് അദ്ദേഹം പറഞ്ഞത്, don't take life for granted. ജീവിതത്തെ വിലയില്ലാതെ കാണല്ല. Don't take relationships for granted. ബന്ധങ്ങളെ വിലയില്ലാത്തതായി കാണല്ല. Then he said, if you have to say I love you to your family today, to your wife, to your husband, to your children, use that opportunity today. If you have to say I am sorry to your wife, to your husband, to your children, use that opportunity to say it today. ഒരു പക്ഷെങ്കിൽ ഈ ഒരു ക്രൈസിസിൽ കൂടെ കടന്നുപോയപ്പോൾ അധികമായിട്ടുള്ള തിരിച്ചറിവുകൾ മറ്റുള്ള സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും അദ്ദേഹം പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. എന്താ പറയുവാനായിട്ട് ഉദ്ദേശിച്ചത്? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഒരു 6 മാസം കൊണ്ട് ഒരുമിച്ച് കൂടുതൽ സമയം ചെലവിട്ടത് കൊണ്ട് നമ്മുടെയൊക്കെ ബന്ധങ്ങൾ കൂടുതൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, മെച്ചപ്പെട്ടിട്ടുണ്ടോ? ഹാവ് വി റിയലൈസ് ദ വാല്യൂ ഓഫ് റിലേഷൻഷിപ്പ്? നമ്മുടെ ഭർത്താവിന്റെ വില മനസ്സിലായോ, ഭാര്യയുടെ വില മനസ്സിലായോ, കുഞ്ഞുങ്ങളുടെ വില മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു? പരസ്പരം ജീവന്റെ വില മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ പരസ്പരമുള്ള പ്രതികരണങ്ങളിൽ നമുക്ക് വ്യത്യാസമുണ്ടാവും. The way we deal with each other will bring a change. When we come back together physically as a Hebbal community, we will have a difference in our attitude, the way we treat each other, the way we look at each other, the way we talk with each other. All these are the realizations that we should have gained during this time of lockdown and crisis. And that is what the widow at Zarephath teaches us. അവസാനം ഈ ഒരു സ്ലൈഡ് കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. LOL എന്നുള്ളത് കാണുമ്പോൾ laugh out loud ആണെന്നുള്ളത് നമുക്ക് എല്ലാം അറിയാം അല്ലെ? When we message somebody, we want that person to laugh, or we laugh without making a noise or without actually laughing. But I'm trying to give it another meaning to it. Live out loud. Instead of LOL, laugh out loud, live out loud. Why do I say that? തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, യേശു കർത്താവ് പുതിയ നിയമത്തിൽ ഒരു പഴയ നിയമത്തിലെ വിധവയായ സ്ത്രീ, പേരില്ല, കുടുംബ മഹിമയില്ല, ക്വാളിഫിക്കേഷൻ ഇല്ല, വിധവയായ സ്ത്രീ എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പേരില്ലാത്ത സ്ത്രീയെ കുറിച്ച് പരാമർശിച്ചെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ പരാമർശിച്ചു? ബിക്കോസ് ഹർ ലൈഫ് സ്പോക്ക് മോർ ദാൻ ഹർ നെയിം. അവളുടെ ജീവിതം സംസാരിച്ചു. അവളുടെ പേരിനെക്കാട്ടിൽ, അവളുടെ സാഹചര്യങ്ങളെക്കാട്ടിൽ, അവളുടെ കുടുംബ മഹിമയെക്കാട്ടിൽ, അവളുടെ നേട്ടങ്ങളെക്കാട്ടിൽ അവളുടെ ജീവിതം സംസാരിച്ചു. അതുകൊണ്ടാണ് സാറിഫാത്തിലെ വിധവയെ യേശു കർത്താവ് സാക്ഷ്യപ്പെടുത്തി പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എനിക്ക് ഒരു പേരുണ്ട്, എനിക്കൊരു പക്ഷെ ഡിഗ്രി ഉണ്ടായിരിക്കാം, എനിക്കൊരു പക്ഷെ നേട്ടങ്ങൾ ഉണ്ടായിരിക്കാം, എനിക്കൊരു പക്ഷെങ്കിൽ അസറ്റ്സ് ഉണ്ടായിരിക്കാം. ബട്ട് ദാറ്റ് ഡസ് നോട്ട് ഡിഫൈൻ മീ ആസ് മൈ ഐഡന്റിറ്റി. Does my life speak out louder than all this? എന്റെ ജീവിതം ഇതിലൊക്കെ ഉപരിയായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ഉത്തരവാദിത്വം സേവികാ സംഘ അംഗം എന്ന നിലയിലും, ഒരു ക്രിസ്തീയ കുടുംബത്തിന്റെ അംഗം എന്ന നിലയിലും, ഒരു ദൈവിക സമൂഹത്തിന്റെ ഭാഗം എന്ന നിലയിലും ഈ സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റം കൊടുക്കുവാനായിട്ട് സാധിക്കും. ഈ 3 പടങ്ങൾ നമുക്ക് വളരെയധികം ഫോട്ടോസ് പരിചയമുള്ളത്. ആദ്യം കാണുന്നത് സാധു കൊച്ചു കുഞ്ഞുപദേശി, മദർ തെരേസ, കാണ്ടമ്മ കൊച്ചമ്മ. ഇവരൊക്കെ മൺമറിഞ്ഞു പോയ ആളുകളാ. എങ്കിലും ഇന്നും നമ്മൾ അവരെ ഓർക്കുന്നത് അവരുടെ ജീവിതങ്ങൾ സംസാരിച്ചു. എന്തിനെ കുറിച്ചാണ് സംസാരിച്ചത്? It spoke about the faith. It spoke about the goodness towards others. It spoke about the love that they expressed to the marginalized. വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട, അല്ലെങ്കിൽ ക്രൈസിസിന്റെ മധ്യത്തിലും എങ്ങനെ ഒരുമിച്ച് വിശ്വാസ സമൂഹത്തെ പിടിച്ചു നിർത്തുവാനായിട്ട് സാധിച്ചു, അങ്ങനെയൊക്കെ സംസാരിച്ച ജീവിതങ്ങളാണ് എന്റെയും നിങ്ങളുടെയും. ഒരു പക്ഷെങ്കിൽ നമുക്ക് മുൻപുള്ള തലമുറ ഇത് കണ്ടിട്ടില്ല. ഇനി ഒരു തലമുറ 100 വർഷത്തേക്ക് ഒരു പക്ഷെങ്കിൽ ഇതുപോലെ ഒരു ക്രൈസിസിൽ കൂടെ കടന്നു പോകത്തില്ല. എന്നാൽ ഈ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന ഈ തലമുറയിലായി ആയിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ലോകത്തിനും പിന്നീട് വരുന്ന തലമുറയ്ക്കും ഒരു സന്ദേശം നൽകാനുണ്ട്. അത് നമ്മുടെ ജീവിതം കൊണ്ട് നടക്കുവാനായിട്ട് ഇടയാകട്ടെ. ഇത്രയും നേരം എന്നെ കേട്ട നിങ്ങളോട് എല്ലാവരോടുമുള്ള സന്തോഷം, സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിൻസ് അച്ഛൻ എന്നെ ഇതിനു വേണ്ടി ക്ഷണിച്ചു. അച്ഛനും കൊച്ചമ്മയോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. എപ്പോഴും സന്തോഷത്തോടെ കാണുവാനും കാര്യങ്ങളും പങ്കുവെക്കുവാനും
സാധിക്കുന്ന ഒരു അച്ഛൻ. അതുകൊണ്ട് അച്ഛന്റെയും കൊച്ചമ്മയുടെയും ഒക്കെ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ശുശ്രൂഷകൾ, നിയോഗങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്നും ഞങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഗ്രേസി ആൻഡ് പ്രാർത്ഥിക്കും. ഗ്രേസി വർഗീസ്. കേൾക്കാം കേൾക്കാം. ഭരണാസമ്പന്നമായ ഞങ്ങളുടെ നല്ല ദൈവം, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ ഇന്നത്തെ സ്തോത്രം ചെയ്യുന്നു. ഈ ഈ സന്ധ്യാറാകുന്ന സമയത്ത് ഇത്രയും പേർക്ക് ഞങ്ങൾക്ക് വിധായമായിരിക്കാൻ അനുവദിച്ച് ശ്രമിക്കുകയും സ്തോത്രം ചെയ്യുന്നു. ചെയ്യാസംഗമായി കർത്താവ് അടിമകൾക്ക് കർത്താവ് ആരാധന പങ്കെടുക്കാൻ സാധിക്കില്ല എങ്കിലും കർത്താവ് ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഒത്തൊരുമിച്ച് ഇതിൽ പങ്കെടുക്കാൻ അനുവദിച്ച് ശ്രമിക്കുകയും സ്തോത്രം ചെയ്യുന്നു. കൃത്യമാണ് ഞങ്ങളുടെ ഇടവയെ മുഴുവനുമായി തിരിച്ചറിഞ്ഞ് വിളിക്കുന്നു കർത്താവ്. ഇടവയിലുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും തിരിച്ചറിഞ്ഞ് വിളിക്കുന്നു കർത്താവ്. പ്രായത്തിലും ക്ഷീണത്തിലും പ്രയാസത്തിലും കഴിയുന്ന അനേകരുണ്ട് കർത്താവ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃത്യമാണ് രോഗത്തിന്റെ കാഠിന്യം മൂലം ആശുപത്രിയിലായി കർത്താവ് ഭവനങ്ങളിലായി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ കോവിഡ് കാലയളവിൽ കർത്താവ് ലോകത്തിലെമ്പാടും കർത്താവ് ഭീതിയോടും ജാഗ്രതയോടും കൂടി ജീവിക്കുന്ന സമയമാണല്ലോ കർത്താവ്. ഒരു ശാന്തി സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ഒന്നും കുറവുള്ള കുറ്റങ്ങൾ ഓർക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ആ മഹാമാരിയെ ഈ ലോകത്തിൽ നിന്ന് എടുത്തുമാറ്റുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുസ് ആരോഗ്യം ബലമൊക്കെ തിരുനാമം അവസരത്തിന് തീരുന്നതിന് വേണ്ടി ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ കുറവുകളൊന്നും ഓർക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. കൃത്യമായാലും വചനം പറഞ്ഞ പത്തിനിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. പത്തിനേറിൽ കൂടി കേട്ട വചനത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഏത് പ്രതിസന്ധികളും പ്രതികൂലങ്ങൾ വന്നാലും കർത്താവ് ധൈര്യത്തോട് മുന്നോട്ട് പോകാൻ അടിയങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എല്ലാത്തിനും ഒരു തിരിച്ചറിവുള്ളവരായി ജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേട്ട വചനങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛനും കുടുംബമായി അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അനുഗ്രഹിക്കുന്നു. അച്ഛനും കൂടി ലഭിക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അച്ഛനും കുടുംബമായി അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ദൂര സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആയിരിക്കും ഇടങ്ങളിൽ അവരെ കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക കുഞ്ഞുങ്ങൾ കർത്താവ് ഈ സമയത്ത് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നു. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രയാസത്തിലും വിഷമത്തിലും ദുഃഖത്തിലും കഴിയുന്ന പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ അടിയങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ അടിയങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുവാനും ബന്ധപ്പെടുവാനും ഞങ്ങളുടെ ബന്ധങ്ങളെ പുലർത്തുവാനും ബന്ധപ്പെടുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ നയിക്കുന്ന എല്ലാ കൃപകൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. എല്ലാത്തിനും ഉപരിയായി കർത്താവ് ദൈവത്തെ അറിഞ്ഞ് കർത്താവ് കൂടുതലായ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഇപ്പോൾ തിരിഞ്ഞു പോയാലും തിരിയാത്തതിനായി ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കുന്നു കർത്താവ്. പ്രത്യേക ഈ കടയോര ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇതില് കർത്താവ് ഞങ്ങൾ അധിവസിക്കുന്ന എല്ലാ ഞങ്ങളുടെ കുടുംബങ്ങളെയും തിരിച്ചറിഞ്ഞിലേക്ക് സമർപ്പിക്കുന്നു. കുടുംബമായി അനുഗ്രഹിക്കുന്നു. പ്രതിസന്ധികളും ജീവിതങ്ങളിലും അനേകര് കഴിയുന്നവരുണ്ട് കർത്താവ്. മറ്റുള്ളവരോട് പറയാൻ കഴിയാതെ കഴിയുന്നവരുണ്ട്. അവരോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഞങ്ങളുടെ വർഗീസ്മാദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യദായകനായ കർത്താവിനെ സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുന്നു. ആമേൻ.